തൃശൂർ ഹൈ റോഡിൽ പിക്കപ്പ് വാനിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഫൈബർ വള്ളം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. വാഹനത്തിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പിടികൂടിയത്. 27,500 രൂപ പിഴയും ചുമത്തി. റാഫി കരീം വിവരങ്ങൾ വച്ചിരുന്നു. റാഫി, കുറച്ചുകൂടെ ഒരു ചെറിയ പിക്കപ്പ് വണ്ടിയിൽ ഈ വലിയ ബോട്ട് കൊണ്ടുപോകാമായിരുന്നു. ആശിമി, ഈ ഫൈബർ വള്ളത്തിന്റെ 1/3 മാത്രം വലിപ്പമുള്ള പിക്കപ്പ് വാഹനത്തിലാണ് ഈ ഫൈബർ വള്ളം വച്ചുകെട്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇതിനിടയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ പിക്കപ്പ് വാൻ പിടികൂടിയത്. തൃശൂർ ഹൈ റോഡിൽ വെച്ചായിരുന്നു ഈ സംഭവം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്കിടയിലാണ് ഈ വാഹനം വലിയ വള്ളവും വച്ചുകെട്ടി വരുന്നത് കണ്ടത്. ഒപ്പം ഈ അപകടകരമായ രീതിയിലുള്ള യാത്ര കണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പ് വാഹനം തടയുകയും പരിശോധന നടത്തുകയുമായിരുന്നു. ഈ പരിശോധനയിൽ ഈ പിക്കപ്പ് വാഹനത്തിന് ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ല എന്ന് കണ്ടെത്തി. തുടർന്ന് ഇത് കണ്ട ഫൈബർ വള്ളത്തിൽ പിക്കപ്പ് വാൻ കൊണ്ടുപോകുന്ന പോലെ ഉണ്ട്. തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ പിക്കപ്പ് വാഹനത്തിന് ഇൻഷുറൻസും ഒപ്പം തന്നെ ഫിറ്റ്നസും ഇല്ല എന്നുള്ളതാണ്. തിരുനെൽവേലി സ്വദേശിയുടേതാണ് ഈ വാഹനം. തുടർന്ന് 27,500 രൂപയാണ് ഇപ്പോൾ ഫൈൻ ആയി നൽകിയിരിക്കുന്നത്. ഈ യാത്ര തിരുനെൽവേലിയിൽ നിന്നാണ് ആരംഭിച്ചത്. ബേപ്പൂരിലേക്കാണ് ഈ വാഹനത്തിൽ ഫൈബർ വള്ളം കൊണ്ടുപോകുന്നത്. തുടർന്ന് ഈ ഫൈബർ വള്ളം വാഹനത്തിൽ നിന്ന് ഇറക്കി മറ്റൊരു ലോറിയിൽ കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും ഇതിന്റെ ഉടമയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഈ യാത്രക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്ര വലിപ്പമുണ്ട് ഈ ഫൈബർ വള്ളത്തിന്. ഏകദേശം 60 അടിയോളം നീളമുണ്ട് ഈ ഫൈബർ വള്ളത്തിന്. പിക്കപ്പ് വാഹനത്തിന് 12 അടിയിൽ താഴെ മാത്രമാണ് വലിപ്പമുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ 27,500 രൂപ ഫൈൻ നൽകിയിട്ടുണ്ട്. തിരുനെൽവേലി സ്വദേശി മാതന്റെ പേരിലാണ് ഈ വാഹനമുള്ളത്. എന്നിട്ട് ഫൈബർ വള്ളം പിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നത് ഇപ്പം? ആശിം, ഈ ഫൈബർ വള്ളം മറ്റൊരു ലോറി വിളിച്ച് അതിൽ കയറ്റി കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശമാണ് ഈ ഫൈബർ വള്ളത്തിന്റെ ഉടമയായ ബേപ്പൂർ സ്വദേശിക്ക് നൽകിയിരിക്കുന്നത്. ഈ ബേപ്പൂർ സ്വദേശിയെയും വിവരം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാഹനം സജ്ജീകരിക്കുന്നത് വരെ പിക്കപ്പ് വാഹനം ഈ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഈ ഫൈബർ വള്ളം മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഹാഷിമി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.